ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു വട്ടയപ്പം വെല്ലം ചേർത്തുണ്ടാക്കുന്നതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈസ്റ്റോ കാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ല മയമുള്ള വട്ടയപ്പമാണ് എടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വാരിയെടുത്തതാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നാളികേരം, ഒരു തേങ്ങയാണ് തിരുമിയത്. ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കോൺഫ്ലവറാണ്. 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ വെല്ലം, മധുരത്തിന് ആവശ്യമായ വെല്ലം ചേർക്കാവുന്നതാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം വൈകിട്ടെടുക്കുന്നതിന് നമ്മൾ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ അരച്ച് വെച്ചേക്കണം. രാവിലത്തേക്കാണെങ്കിൽ വൈകിട്ട് അരച്ച് വെക്കണം. ഇതിലെ മാവൊന്ന് നല്ലതായിട്ട് ആവത്തുള്ളൂ, മയമായി വരത്തുള്ളൂ. അപ്പോൾ ഒന്നിച്ചരയ്ക്കാനൊക്കത്തില്ലെങ്കിൽ 2ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ആ ബെല്ലൈക്കനും ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷനോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വെറൈറ്റി വീഡിയോസും ആദ്യമേ തന്നെ എല്ലാവർക്കും കിട്ടും. ഇതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ വെള്ളത്തിന് പകരം തേങ്ങയുടെ വെള്ളം തന്നെയാണ് എടുക്കുന്നത്. തേങ്ങ വെള്ളം കളയുന്നില്ല. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1 ഗ്ലാസ് വെള്ളമുണ്ട്. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത് തന്നെ മതി. ഏലക്ക നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ തോല് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അരി മാത്രമായിട്ടെടുക്കുക. അപ്പം നമ്മുടെ മാവെല്ലാം നല്ലപോലെ പെർമനൻ്റ് ആയിട്ടുണ്ട്. നല്ല കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് ആവി പുഴുങ്ങിയെടുക്കാം. സ്വല്പം നെയ്മയം പറ്റുകയാണ്. അത് ഒരുപാട് നിറച്ചൊഴിക്കരുത്, പൊങ്ങി വരുന്നതാണത്. ഇനി നമുക്ക് ഇഡലിക്കൂട്ടത്തിലോട്ട് എടുത്ത് വെക്കാം. അരമണിക്കൂർ കഴിച്ച് നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ നല്ല വട്ടയപ്പം നല്ല വൃത്തിയായിട്ട് വെന്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു ഈർക്കിലോ പപ്പടക്കമ്പിയോ എന്തായാലും മതി. എന്താ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് വാങ്ങി വെക്കാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട്. ഇതല്ലേ സ്പോഞ്ച് പോലെയാണ്. കണ്ട, അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സ്വാദ് അറിയുക.